അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോഡേൺ അറബിക് പ്രോസ് ആൻഡ് പോയട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വർഷവും തുടർച്ചയായിട്ട് ചോദിച്ചു വരാറുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡിസ്ക്രൈബ് ദ എമർജൻസ് ഓഫ് റിയലിസം ഇൻ അറബിക്. അറബിക് സാഹിത്യത്തിലെ റിയലിസത്തെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാഹിത്യങ്ങളിലും, ഇംഗ്ലീഷ് സാഹിത്യമാണെങ്കിലും അറബിക് സാഹിത്യത്തിലൊക്കെ ഈ റിയലിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റിയലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിറ്റററി ട്രെൻഡുകളിലെ ഒരു ട്രെൻഡാണ് റിയലിസം. നമ്മുടെ ക്ലാസിസം, റൊമാൻറ്റിസം എന്നൊക്കെ പറയുന്നത് പോലെ റിയലിസം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ട്രെൻഡാണ്. ഈ റിയലിസത്തെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിറ്റററി ട്രെൻഡുകളെ കുറിച്ച് ചോദ്യം വന്നു കഴിഞ്ഞാലും റിയലിസത്തെ കുറിച്ച് അതിൽ എഴുതാൻ പറ്റും. അപ്പോൾ റിയലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതിന് അറബിയിൽ അൽ വാഖിഅയ്യത്ത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, ഈ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ലോകത്തെ അതെങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് റിയലിസം എന്ന് പറയുന്നത്. അഥവാ നമുക്കറിയാം, ഈ നമ്മൾ റൊമാൻറ്റിസത്തിനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ റൊമാൻറ്റിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. റൊമാൻറ്റിസം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്ത ക്വസ്റ്റ്യൻ റൊമാൻറ്റിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. റൊമാൻറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഭാവനാത്മകമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. എന്നാൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനയ്ക്ക് കൂടുതൽ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. കാര്യങ്ങൾ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ തന്നെ അവതരിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസ്ഥ നോക്കിക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് കവി എഴുതുകയാണെങ്കിൽ അതിലുള്ള പുഷ്പങ്ങളും അതുപോലെ തന്നെ മന്ദമാരുതനും കിളികളുടെ കളകള ശബ്ദവും ഈ ഒരു രീതിയിലായിരിക്കും അയാൾ കവിത എഴുതുക. എന്നാൽ റിയലിസ്റ്റിക് കവി എഴുതുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ യഥാർത്ഥമായ രീതിയിൽ അത് അയാളുടെ കവിതയിൽ എഴുതും. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, പട്ടിണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ കവിതയിൽ കൊണ്ടുവരും. കൂടുതൽ ഭാവനാത്മകതയ്ക്ക് പ്രാധാന്യം നൽകില്ല. ഏതായാലും ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഈ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ എങ്ങനെയാണോ ഉള്ളത്, അല്ല ബിൽ ഹയാത്തി കമാഹിയ, എങ്ങനെയാണോ ജീവിതമുള്ളത് ആ രീതിയിൽ പ്രസന്റ് ചെയ്യലാണ്. അതിന് മറ്റൊരു കമായ ജീവ അൻ തക്കൂന അലഹി, ജീവിതം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് ആ രീതിയിലല്ല. അഥവാ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ സ്വപ്നം കാണുന്നത്, ആ സ്വപ്നത്തെ കുറിച്ച് എഴുതലല്ല ഈ റിയലിസം. മറിച്ച് എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്, നിലവിലെ സാഹചര്യം എന്താണ്, നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ എന്താണ്, അതൊക്കെ ആയിരിക്കും ഈ റിയലിസ്റ്റിക് കവിതകൾ എഴുതാറുള്ളത്. മറ്റൊരർത്ഥത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അൽ വാഖിയത്തു ഹിയ ഇൻഇകാസു ലിൽ ഹയാത്തിൽ ഹഖീഖ, യാഥാർത്ഥ്യമായിട്ടുള്ള യഥാർത്ഥ ജീവിതത്തിന്റെ ഒരു പ്രതിബിംബമാണ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ വാഖിയത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, റിയലിസം ഏകദേശം 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് തുടങ്ങുന്നതാവട്ടെ ഫ്രാൻസിലുമാണ്. നമുക്കൊരു കോമൺ ആയിട്ടുള്ള കാര്യം ഇവിടെ നോക്കാനുള്ളത്, നമുക്ക് ഏത് ഇത് നോക്കുകയാണെങ്കിലും, ഏത് ലിറ്റററി ട്രെൻഡുകൾ നോക്കുകയാണെങ്കിലും ഏറെക്കുറെ എല്ലാം ഫ്രാൻസിൽ തന്നെയാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഏറെക്കുറെ എല്ലാം തന്നെ 19ാം നൂറ്റാണ്ടിലാണ്, അധികവും 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലുമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് റിയലിസം ആണെങ്കിലും മറ്റുള്ള ഇസങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കാറുള്ളത്. പിന്നെ കുറച്ച് വ്യത്യാസമായിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ ഒരു ഭാഗം വരുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ പറയാം. ഏതായാലും റിയലിസം ഫ്രാൻസിൽ 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ആരംഭം കുറിക്കുന്നത്. റിയലിസം എന്ന് പറയുന്നത് ഒരു മദഹബ് നദവി, ഒരു ലിറ്റററി, ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു മേഖലയാണ്. ആ ഒരു മേഖലയിൽ ആലിമുൽ ഗൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് അല്ല, മറിച്ച് എന്താണ്, നമ്മൾ ഭാവനാത്മകമായിട്ട് നമ്മൾ കാണാത്ത ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടല്ലോ, ആ ഇമാജിനറി വേൾഡിനെ ഇത് പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഭൂമിയെക്കുറിച്ച്, നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച്, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ചാണ് റിയലിസം എഴുതുന്നത്. ഇവിടെ ഇമാജിനറി വേൾഡിന് ഒരു സ്ഥാനവുമില്ല. അടുത്തതായിട്ട് പറയുന്നത്, ഈ റിയലിസം ഏതൊരു സാഹചര്യത്തിലാണ് ഉണ്ടായി വന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് അത് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ റൊമാൻറ്റിക് കവികൾക്ക് കഴിയാതിരുന്നപ്പോൾ, കാരണം ആ ഒരു സമയത്താണ് ഈ റിയലിസം ഉണ്ടായി വരുന്നത്. കാരണം റൊമാൻറ്റിസം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഹയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനാത്മകത, നമ്മുടെ ഇമാജിനറി, അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് റൊമാൻസിയ കൂടുതൽ എഴുതാറുള്ളത്. ആ ഒരു റൊമാൻറ്റിസത്തിന് ഇങ്ങനെ ഭാവനാത്മകമായ രീതിയിൽ, അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു ഇമാജിനറി ആയിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യന്റെ അവസ്ഥകളെക്കുറിച്ച്, മനുഷ്യന്റെ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു കവിക്ക് എഴുതാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലായപ്പോഴാണ് ഈ റിയലിസം മുന്നോട്ട് വരുന്നത്. ആ റിയലിസത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ റിയലിസത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. അവസാനത്തെ പോയിന്റിൽ പറയുന്നത്, ഈ റൊമാൻറ്റിസത്തിന് മനുഷ്യന്റെ അവസ്ഥയെ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധമൊക്കെ വന്ന സമയത്ത് ഈ റൊമാൻറ്റിക് കവികൾക്ക് ഈ യുദ്ധത്തിനെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, യുദ്ധത്തിനെ അവർക്ക് തടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ നല്ല രീതിയിൽ പോരാടാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു ഭാവനാത്മകതയും ഇമേജിനൊക്കെ വെച്ചാണ്ട് എങ്ങനെയാണ് യുദ്ധത്തെ വർണ്ണിക്കുക? അപ്പോൾ അത് യുദ്ധത്തിനെ എങ്ങനെയാണ് അവരെന്ത് ചെയ്യുക, പ്രതിരോധിക്കുക? യുദ്ധത്തിനെ നിരാകരിക്കുക, അവോയ്ഡ് ചെയ്യാൻ പറയുക? അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ഈ റിയലിസം പ്രധാനമായിട്ടും ഉണ്ടായി വരുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ സമൂഹം ഉള്ളത്, എങ്ങനെയാണോ ഭൂമി ഉള്ളത്, ആ ഒരു രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യലാണ്, അതിനെ സാഹിത്യപരമായിട്ട് പ്രസന്റ് ചെയ്യലാണ്. പിന്നീട് ഇവിടെ പ്രധാനപ്പെട്ടിട്ടുള്ള റിയലിസ്റ്റിക് എഴുത്തുകാരെ കുറിച്ച്, സാഹിത്യകാരെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് 1-2 പേജ് പഠിച്ചു വെക്കാം. ഇതിൽ നോക്കുകയാണെങ്കിൽ അബ്ദുൽ വഹാബുൽ ബയാത്തി എന്ന് പറയുന്ന ഒരാളെ നമുക്ക് പഠിച്ചു വെക്കാം. പിന്നെ രണ്ടാമത്തത് ഉമർ അബൂരീഷയാണ്. ഉമർ അബൂരീഷയെ നമുക്ക് പരിചയമുണ്ട്, നമ്മൾ ടെക്സ്റ്റിലുള്ള ആൾ തന്നെയാണ്. അതേപോലെ തന്നെ ഷർക്കാവി കോമൺ ആയിട്ടുള്ള ആളാണ്, പ്രസിദ്ധമായിട്ടുള്ള ആൾ തന്നെയാണ്. നമുക്ക് മറ്റുള്ള കളിലും ഷർക്കാവിയെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏതായാലും പിന്നെയുള്ള യൂസുഫ് ഇദ്രീസ് ആണ്. യൂസുഫ് ഇദ്രീസ് നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ആൾ തന്നെയാണ്. അപ്പോൾ യൂസുഫ് ഇദ്രീസും അതേപോലെ തന്നെ ഉമർ അബൂരീഷയും നമ്മുടെ പാഠഭാഗത്തുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഷർക്കാവി ആണെങ്കിൽ നമുക്ക് എല്ലാ ഇസങ്ങളിലും അധികം ആവശ്യമുള്ള വ്യക്തി കൂടി തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു 2-3-4 പേരുകളോട് കൊടുത്തിട്ടുണ്ട്. ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു 4 പേര് പഠിച്ചു വെക്കാൻ കഴിയുമെങ്കിൽ പഠിച്ചു വെക്കുക. ഏതായാലും യൂസുഫ് ഇദ്രീസിനെയും അതേപോലെ തന്നെ അബൂരീഷയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് write a brief note on the life and works of Toha Hussain. Toha Hussainന്റെ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃതികളെയും കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ത്വഹാ ഹുസൈന്റെ ബയോഗ്രഫി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു. ആ ഭാഗം തന്നെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളതും. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ, കാര്യങ്ങളൊക്കെ ഒരു പോയിന്റ് രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാൻ പെട്ടെന്ന് സുഖമായിരിക്കും. അതുകൊണ്ട് പോയിന്റ് രീതിയിൽ നമുക്ക് നോക്കി പോവാം. തീർച്ചയായിട്ടും ത്വഹാ ഹുസൈന്റെ ഒരു ബയോ ഡാറ്റയാണ് നമ്മൾ നോക്കാൻ ഡാറ്റയാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് ഈ ത്വഹാ ഹുസൈൻ എന്ന് പറയുന്നത് അദ്ദേഹം മിസ്രി ആയിട്ടുള്ള അഥവാ ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ഒരു ക്രിറ്റിക്കും അതുപോലെ തന്നെ ഒരു സാഹിത്യകാരൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു മിസ്രി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മിസ്രിൽ നിന്ന് വളരെ വിദൂരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മദീനത്തു മവാ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനപ്പേരുകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനപ്പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അമീദുൽ അദബിൽ അറബി. അത് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടുള്ള ഒരു സ്ഥാനപ്പേരാണ്. അപ്പോൾ ഈ ലക്കബലമേ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ലക്കബലമൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു ഷുഗർ കമ്പനി, ഷർക്കാത്തുൻ ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗർ കമ്പനി, ഒരു ഷുഗർ കമ്പനിയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു ചെറിയ എംപ്ലോയി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു. ആ മക്കളിൽ 7ാമനായിരുന്നു ത്വഹാ ഹുസൈൻ. പിന്നീട് അടുത്ത പോയിന്റിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഏകദേശം 3 വയസ്സായ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ കാഴ്ച പോയ സങ്കടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം പാഴാക്കിയിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ആ കാഴ്ചക്ക് പകരം അദ്ദേഹത്തിന് വളരെ ഷാർപ്പായിട്ടുള്ള ബുദ്ധിയും അതുപോലെ തന്നെ നല്ല ഉറപ്പുള്ള, നല്ല ശക്തിയായിട്ടുള്ള ഓർമ്മശക്തിയും അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹം ഖുർആൻ ഹിഫദാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഖുർആൻ ഹിഫദ് പൂർത്തിയായ സമയത്ത് അദ്ദേഹം ഒരുപാട് മജ്മുഉൽ മുത്തൂൻ അഥവാ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, മത്തനുകൾ, ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം മനഃപ്പാഠമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പഴയ കവിതകളും, അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കവിതകൾ, അതേപോലെ തന്നെയുള്ള കവിതകളും അതൊക്കെ പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഇതൊക്കെ പഠിക്കുന്നത് അഥവാ ഈ ഖുർആൻ മനഃപ്പാഠമാക്കിയതും അതേപോലെ തന്നെ മത്തനുകൾ പഠിക്കുന്നതും അതേപോലെയുള്ള കവിതകളൊക്കെ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിക്കാനായിരുന്നു. അദ്ദേഹത്തിന്റെ അതിവിടെ പറയുന്നില്ല, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠൻ ഈ അസ്ഹർ യൂണിവേഴ്സിറ്റി പഠിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഈ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണാതെ പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കാഴ്ചയില്ലാതിരുന്നിട്ട് കൂടെ. പിന്നീട് അടുത്ത പോയിന്റിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കുകയും പിന്നീട് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ചെന്നതിന് ശേഷം ലോകിയായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള, അതേപോലെ തന്നെ ദീനീയായ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിൽ അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന ഉസ്താദായിരുന്നത് സയ്യിദുൽ മർസഫി ആയിരുന്നു. ഇത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഉസ്താദിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ സയ്യിദുൽ മർസഫി ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന അധ്യാപകനായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അടുത്ത പോയിന്റിൽ പറയുന്നത് അദ്ദേഹം ജാമിയ അസ്ഹറിൽ പഠിക്കുകയും പിന്നെ അതിനുശേഷം അദ്ദേഹം ജാമിയത്തുൽ മിസ്രിയയിലും അദ്ദേഹം പഠിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പാരീസിൽ പോയിട്ട് സോർബോണിൽ അദ്ദേഹം പഠിക്കുന്നുണ്ട്. സോർബോൺ എന്ന് പറയുന്നത് പാരീസിലൊരു സ്ഥലമാണ്, അവിടെയും അദ്ദേഹം പഠിക്കുന്നുണ്ട്. ആ വിഷയം നമ്മൾ അടുത്ത വേറൊരു പോയിന്റിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹം കൂടുതലായിട്ടും മുഹമ്മദ് അബ്ദുവിൻ്റെ ഹർക്കാത്തുൽ ഇസ്ലാഹിയയിലേക്കും അതുപോലെ തന്നെ ഖാസിം അമീൻ്റെ ഹർക്കത്തു ഹുരിയത്തുൽ മർഅത്തിലേക്കും അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട്. ഹർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവം അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നൊക്കെ പറയാം. ഹർക്കത്തു ഇസ്ലാഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഹർക്കത്തു ഹുരിയത്തുൽ മർഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യവുമായിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവ്മെന്റുമാണ്. അടുത്ത പോയിന്റിൽ പറയുന്നത് അദ്ദേഹം 1914 അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡോക്ടറേറ്റ് അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ട്. അദ്ദേഹം 2 ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് കരസ്ഥമാകുന്നത് 1914 അദ്ദേഹത്തിന്റെ വിഷയം ദിക്റ
അബിൽ അല എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം ജാമിയത്തുൽ അഹ്ലിയയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ജാമിയത്തുൽ അഹ്ലിയ അദ്ദേഹത്തിന്റെ ഈ ഒരു പഠനവും അതുപോലെ തന്നെ കഴിവൊക്കെ കണ്ടപ്പോൾ ജാമിയത്തുൽ അഹ്ലിയയിൽ വെച്ച് അദ്ദേഹത്തിനെ പാരീസിലേക്ക് ഒരു സംഘത്തിനോട് കൂടെ അവിടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അയക്കുന്നുണ്ട്. അഥവാ ഈ ജാമിയത്തുൽ അഹ്ലിയയുടെ ചെലവിൽ അദ്ദേഹത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലേക്ക് അയക്കുന്നുണ്ട്. ആദ്യം ഫ്രാൻസിൽ ചെന്ന അദ്ദേഹം താമസിക്കുന്നത് മോംബിലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഫ്രാൻസിലെ മോംബിലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടുത്തെ ജാമിയ മോംബിലിയിലെ അല്ലെങ്കിൽ പാരീസിലെ ജാമിയയിലേക്ക് എന്ത് ചെയ്തു, അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു, അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം ഫൽസഫയും അതുപോലെ തന്നെ താരീഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി, അതേപോലെ തന്നെ ഫൽസഫ ഫിലോസഫിയും അതേപോലെ തന്നെ ഇൽമുൻ നഫ്സും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം കൂടുതലായിട്ട് പഠിക്കുകയുണ്ടായി. ഇടയിൽ തന്നെ അദ്ദേഹം ഈ ഒരു ഫ്രാൻസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും പഠിക്കുന്നുണ്ട്. ലാറ്റിൻ ഭാഷ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ യൂനാനി ഭാഷകളൊക്കെ പഠിക്കുന്നുണ്ട്. ഈ ഭാഷകളൊക്കെ അദ്ദേഹം സോർബോണിൽ വെച്ച് പഠിക്കുന്നുണ്ട്. അടുത്ത പോയിന്റിൽ പറയുന്നത് അദ്ദേഹം ഫ്രാൻസിലെ സോർബോണിൽ വെച്ച് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ വിഷയം എന്ന് പറയുന്നത് കൂടുതൽ മശാക്കിൽ ഫൽസഫിയ വൽ ഇജ്തിമാഇയ്യ, അഥവാ ഈ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ ഫിലോസഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലുള്ള പ്രോബ്ലങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് പഠനത്തിന് വിഷയമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഫ്രാൻസിൽ പോയ സമയത്ത് അദ്ദേഹം രണ്ടാമതായിട്ടുള്ള ഒരു ഡോക്ടറേറ്റിന് കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു വിഷയം ഫൽസഫത്തുൽ ഇജ്തിമാഇയ്യത്തു ഇൻദ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഡോക്ടറേറ്റ് അദ്ദേഹം തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഠനകാലശേഷം അദ്ദേഹം കുല്യത്തുൽ ആദാബ് എവിടെ ജാമിയത്തുൽ മിസ്രിയ അദ്ദേഹം പഠിച്ച അതേ യൂണിവേഴ്സിറ്റി തന്നെയാണ് ജാമിയത്തുൽ മിസ്രിയ. ആ യൂണിവേഴ്സിറ്റിയിൽ മിസ്രി യൂണിവേഴ്സിറ്റിയിൽ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം കുല്യത്തുൽ ആദാബ് എന്ന് പറയുന്ന ഒരു കോളേജിലെ ലോകത്തുൽ അറബിയിലെ ഒരു ഉസ്താദായിട്ട്, അഥവാ അറബി ഭാഷയുടെ ഒരു ഉസ്താദായിട്ട് അദ്ദേഹം നിയമിതനാവുകയും ചെയ്തു. പിന്നീട് 1950 അദ്ദേഹം താലീം വ തർബിയയുടെ വസീറായി, അഥവാ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. 1950 അദ്ദേഹം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആവുന്നത്. അദ്ദേഹം മിനിസ്റ്റർ ആവുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തകാഫുൽ ഫുർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സമമായിട്ടുള്ള ചാൻസുകൾ, ഓപ്പർച്യൂണിറ്റി കിട്ടണം. അവിടെ ഒരിക്കലും ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വിവേചനവും ഈ പഠനത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളുടെ കാര്യത്തിൽ ഒരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകണം. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം ഓക്സിജനും അതുപോലെ തന്നെ വെള്ളവും ഭക്ഷണമൊക്കെ നിർബന്ധമാണോ, അതുപോലെ തന്നെ ഈ സമൂഹത്തിൽപ്പെട്ട സൊസൈറ്റിയിൽപ്പെട്ട ഓരോ ആളുകൾക്കും, എല്ലാ വ്യക്തിക്കും, എല്ലാ കുട്ടികൾക്കും ഈ വിദ്യാഭ്യാസം അത്രക്കും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അഥവാ എല്ലാവർക്കും നിർബന്ധിത വിദ്യാഭ്യാസത്തെയും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഈ ഒരു എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ വന്ന സമയത്ത് അദ്ദേഹം പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങൾ. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം മജ്മുഅൽ ലഗവിയയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ, അദ്ദേഹം മരിക്കുന്നത് വരെ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നുമുണ്ട്. 1973 കൈറോയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1959 അദ്ദേഹത്തിന്റെ ഈ ഒരു സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ എഫേർട്ട്, അദ്ദേഹം ഒരുപാട് സാഹിത്യം, അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഈ സാഹിത്യത്തിന് വേണ്ടി മാറ്റിവെച്ചല്ലോ, അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, 1959 അദ്ദേഹത്തിന് ജായിസത്തു ദൗലിയത്തു തഖ്ദീരിയ എന്ന് പറയുന്ന അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതശേഷം അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടുള്ള യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഡക്ടറൽ ഫഖരിയ അഥവാ ഹോണറബിൾ ഡോക്ടറേറ്റ്, ആ രീതിയിൽ നമുക്ക് പറയാവുന്ന ഹോണറബിൾ ഡോക്ടറേറ്റ്സും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് സംഭാവനകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഡക്ടറൽ ഫഖരിയ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. പിന്നീട് അവസാനം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം നമുക്ക് പഠിച്ചു വെക്കാം. അദ്ദേഹത്തിന്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ മാൽ മുത്തനബി എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ അൽ മുഅദ്ദബൂന ഫിൽ അർദ്, അഞ്ചാമതായിട്ടുള്ള പുസ്തകം നോക്കൂ. അൽ മുഅദ്ദബൂന ഫിൽ അർദ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ ആ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഓർത്തു വെക്കാൻ സിമ്പിൾ ആയിരിക്കും. അൽ മുഅദ്ദബൂന ഫിൽ അർദ് എന്നുള്ള പുസ്തകം എഴുതുക. അതേപോലെ തന്നെ അത് എഴുതുന്ന സമയത്ത് ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം, ആ ഭാഗം കൂടെ, അത് ഏത് ഭാഗം നമുക്ക് ടെക്സ്റ്റ് നോക്കി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിൽ നമ്മൾ എസ് എഴുതുമ്പോൾ അതുകൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പേജുകൾ ഫില്ല് ചെയ്യാൻ കഴിയും. കൂടുതൽ എഴുതുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഏതായാലും എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ വരാറുള്ളത്. അപ്പോൾ കൂടുതൽ ഒരു 4-5 പേജൊക്കെ എഴുതാൻ കഴിഞ്ഞാൽ അത്രക്കും ബെറ്റർ. ഏതായാലും കഴിയുന്ന അത്ര എഴുതുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിന്റ് ഇല്ലാത്ത പ്രശ്നം
ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് ഈ അൽ മുഅദ്ദബൂന ഫിൽ അർദ് എന്നുള്ള പുസ്തകം എഴുതുക. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അതിനെക്കുറിച്ചും ചെറിയ രീതിയിലൊക്കെ എഴുതാൻ കഴിയും. അതേപോലെ തന്നെ അലാ ഹാമിഷ് സിയറ, അലാ ഹാമിഷ് സിയറ എന്ന് പറയുന്ന പുസ്തകവും നമ്മൾ 7ാമതായി കൊടുത്തിട്ടുള്ള അലാ ഹാമിഷ് സിയറ അതും നമ്മുടെ പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അലാ ഹാമിഷ് സീറയിൽ നിന്നുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം എഴുതുക, എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആ ഭാഗത്തെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ പേജുകൾ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഫിൽ അദബിൽ ജാഹിലി എന്ന് പറയുന്ന ആ പുസ്തകം ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ്. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഫിൽ അദബിൽ ജാഹിലി എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ബയോഡേറ്റ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഈ അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ പറയുന്നത് അറേബ്യയിൽ ഉണ്ടായിരുന്ന അന്ന് കാലത്ത് ഇന്ന് നമ്മളെന്താണ് ആ ജാഹിലിയ കാലത്ത് ഉണ്ടായതാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അറേബ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കവിതകളും ഒരുപാട് കാര്യങ്ങളൊക്കെ സാഹിത്യ കൃതികളൊക്കെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. അഥവാ അന്ന് കാലത്ത് ഇത് ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ അദ്ദേഹം പലതിനെയും എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം അതേപോലെ തന്നെ പല ഇസ്ലാമിക കാര്യങ്ങളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ആ ഒരു കാരണത്താൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഈ ഒരു ഫിൽ അദബിൽ ജാഹിലിയ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മുർത്തദ്ദാണ് എന്ന് പോലും, അദ്ദേഹം മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആൾ, അദ്ദേഹം മുസ്ലിം അല്ല എന്നുള്ള രീതിയിൽ പോലും കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ പണ്ഡിതന്മാർ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത്രക്കും അദ്ദേഹം വിമർശനം നേരിട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഫിൽ അദബിൽ ജാഹിലി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ കാരണത്താൽ തന്നെ അദ്ദേഹം ഈ ഒരു പുസ്തകത്തെ, ഈ ഫിൽ അദബിൽ ജാഹിലി എന്നുള്ള പുസ്തകത്തെ അദ്ദേഹം ഒന്നുകൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് റീപബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു പുസ്തകം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മഅൽ മുത്തനബി പഠിച്ചു വെക്കാം, അൽ മുഅദ്ദബൂന ഫിൽ അർദ് പഠിച്ചു വെക്കാം, അലാ ഹാമിഷ് സിയറ പഠിച്ചു വെക്കാം, ഫിൽ അദബിൽ ജാഹിലി പഠിച്ചു വെക്കാം. ഈ ഒരു 4 ഗ്രന്ഥങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കാം. എല്ലാം കൂടെ പഠിച്ചാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഖലീൽ ജിബ്രാനെ പഠിച്ചു പഠിക്കണം, അതേപോലെ തന്നെ ത്വഹാ ഹുസൈനെ പഠിക്കണം, മൻഫലൂത്തിയെ കുറിച്ച് പഠിക്കണം. പിന്നെ ഈ 3 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് ആളുകൾ കൂടെ പഠിക്കാനുണ്ട്, നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ കുറേ കൃതികൾ പഠിച്ചു വെക്കാൻ കഴിഞ്ഞാൽ, പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, കൂടുതൽ പഠിച്ചു വെക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ കഴിയുന്ന 3ഓ 4ഓ പുസ്തകങ്ങൾ അത് മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ത്വഹാ ഹുസൈനെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം നോക്കി വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബയോഡാറ്റയൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഏതായാലും നമുക്ക് മറ്റൊരു ചോദ്യമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.